ഹായ്, ഏവർക്കും നമസ്കാരം. ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമുക്ക് വരുന്നത് RN 85 79 85 മുതൽ കണ്ടിന്യൂ 10 സെറ്റ്, ലാസ്റ്റ് വരുന്നത് 79 93 വരെ, 85 മുതൽ 93 വരെ 10 സെറ്റാണ് നമ്മൾ എടുത്തത്. സാധാരണ നമ്മൾ 5 സെറ്റും 5 ഹാഫ് സെറ്റും എടുക്കുന്നത്. ഇത് കണ്ടിന്യൂ ആയിട്ടുള്ള 10 നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 79 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ എപ്പോഴും പ്രൈസിൽ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് അവിടെ ലോട്ടറി എടുക്കാൻ ചെന്നപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഏത് സെറ്റ് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് നമ്മൾ രണ്ടും എടുത്തതേ ഉള്ളൂ. നമ്മൾ ഇത്രയും സെറ്റ് എടുത്തപ്പം നമുക്ക് അയക്കുന്നത് 5118 രൂപയാണ്. നമ്മൾ 3838 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് ലോട്ടറി. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ നമ്പർ നമുക്ക് അത് ഏതെടുക്കുന്ന ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ്. ഇത് സ്ഥിരം നമ്പർ പിടിക്കുന്ന കളവും ആയതുകൊണ്ട് നമ്മൾ മൊത്തം ഈ 10 സെറ്റ് ഫുള്ളായി എടുത്തതേ ഉള്ളൂ. നമ്മൾ 120 ടിക്കറ്റാണ് നമ്മുടെ ഉള്ളത്. സാധാരണ നമ്മുടെ ഈ വരുന്നത് 90 ടിക്കറ്റ് വരുത്തുള്ളൂ. 30 ടിക്കറ്റ് എക്സ്ട്രാ നമ്മുടെ ഇന്ന് കയറിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നു എങ്ങനെ നമ്പർ എടുക്കുന്ന ഏതാ, എങ്ങനെ എടുക്കണം. അത് ലക്കാണ് ബ്രോ. അത് ഇപ്പം ഞാനും ഒന്ന് നോക്കിയിട്ടൊന്നുമല്ല എടുക്കുന്നത്. ചില നമ്പറുകൾ കാണുമ്പോൾ നമുക്കത് എടുക്കാൻ തന്നെ തോന്നും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കാർ ഇപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്, നമ്മളത് ആദ്യം നമുക്കത് ഓടിക്കുന്നതായിട്ട് നല്ല ഫീൽ ചെയ്യും. വണ്ടി ഗിയർ ഇടുന്നതും എല്ലാം അറിയും. കുറച്ചാൾ കഴിയുമ്പം വണ്ടി ഗിയർ ഇടുന്നതും ക്ലച്ച് ചവിട്ടുന്നതും ഒന്നും നമ്മൾ അറിയത്തില്ല. അത് തന്നെ അങ്ങ് ഓടിപ്പൊക്കോളും. അത് തന്നെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാനുള്ള ഈ പൊൻകുടം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ലോട്ടറി നോക്കുന്ന ആപ്ലിക്കേഷൻ. അതൊരു 3-5 ആകുമ്പം നിങ്ങൾ കയറിയിട്ട് ആ റിസൾട്ട് വന്ന് തുടങ്ങുന്ന സമയത്ത് അത് റീഫ്രഷ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കണം. അതാകുമ്പം നമുക്ക് വരുന്ന ഓരോ നമ്പരും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയും. അത് കണ്ടിന്യൂ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. ആ വരുന്ന സമ്മാനം കിട്ടുന്ന ആ നമ്പറുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നും കയറി നിൽക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും എവിടെയൊക്കെ വെച്ച് ആ നമ്പറുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ നമ്പർ അട്രാക്റ്റായിട്ട് തോന്നും. അന്നേരം ആ നമ്പർ എടുത്തെടുത്ത് പോയാൽ മതി. അല്ല, ഇതിന് പ്രത്യേകിച്ച് ട്രിക്കോ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ കടയിൽ പോകുമ്പോൾ എനിക്ക് അവർ ഒരുപാട് സെറ്റുകളുണ്ടാവും. ഒരുപാട് ടിക്കറ്റ് അടുക്കിങ്ങനെ വെച്ചേക്കായിരിക്കും. നമ്മൾ നമ്പർ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അതങ്ങ് എടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മുൻകൂട്ടി ഇവിടുന്ന് കണക്കൊന്നും കൂട്ടി നോക്കിയിട്ടല്ല പോകുന്നത്. നമ്മൾ അതിലൊന്നും ഒരു ലോജിക്കും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 4 0-നും 4 1-നും എല്ലാം അടിക്കുന്നുണ്ട്. നമ്മൾ ഈ കണക്ക് കൂട്ടുന്നതിനൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ രീതി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്പർ കാണുമ്പോൾ നമുക്കത് എടുക്കാൻ തോന്നും. അതേ ഉള്ളത് ഈ ലോജിക്ക്, അത് വേറൊന്നുമില്ല. ഈ സമ്മാനം നമ്മൾ റിസൾട്ട് ഫുള്ള് വന്നിട്ട് നോക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ഓരോന്ന് വരുന്നുണ്ട് നമ്മൾ നോക്കുന്നതിന് ഓരോ നമ്പർ നമ്മുടെ മനസ്സിൽ പതിയും. അതായിരിക്കും ഇച്ചിരി ഒരു ബെറ്റർ. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കാണുകയാണെങ്കിൽ അത് പെട്ടെന്ന് അടിച്ച നമ്പറുകളോ അല്ലെങ്കിൽ വന്ന നമ്പറുകളോ ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തോന്നും. അതുപോലെ ഏതൊക്കെ കളകൾ പിടിക്കുന്നുണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഏതൊക്കെ അവസാനം 4 അക്കം. ഈ 79 എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം പിടിക്കുന്നതാണ്. അത് ഈ പ്രാവശ്യം പിടിക്കണമെന്നില്ല. നമ്മൾ സാധാരണ ഒരുപാട് ടിക്കറ്റ് എടുക്കുന്ന ദിവസങ്ങളിലൊന്നും അടിക്കാറില്ല. കുറച്ച് ടിക്കറ്റ് എടുക്കുന്ന ദിവസങ്ങളെല്ലാം കൃത്യമായിട്ട് അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതേ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സമ്മാനം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 1-2 ആഴ്ച നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സമ്മാനം അടിക്കുന്ന നമ്പറിൽ ഏകദേശം നിങ്ങളുടെ മൈൻഡ് സെറ്റിലാവും. നിങ്ങൾ കാണാതെ പിടിക്കുകയൊന്നും വേണ്ട. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോട്ടറി കടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടിക്കോളും. അവിടെ കിടക്കുന്ന നമ്പർ കാണുമ്പോൾ ആ നമ്പർ പിടിക്കുന്നതാണല്ലോ, അല്ലെ ആ ഫോർമാറ്റിലുള്ള നമ്പർ പിടിക്കുന്നതാണെന്ന് തോന്നുമ്പോൾ അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എടുത്തോളും. അത് അങ്ങനെ എടുത്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അങ്ങനെ എടുത്തോളും. അല്ലാതെ ഇത് പ്രത്യേകിച്ച് ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഏതൊക്കെ ശ്രമിക്കുക. ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട. കുറച്ച് എടുത്തെടുത്ത് നിങ്ങൾ ശ്രമിച്ച് ഒരു പരിധി ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അതേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു ട്രിക്കോ ഒരു സംഭവം ഇല്ല. എൻ്റെ അടുത്ത് ഇന്ന നമ്പർ അടിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ അത് അടിക്കണമെന്നില്ല, ഞാൻ അടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് അടിക്കാതിരിക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾ എടുക്കുക. നിങ്ങൾ കുറേ നാൾ ആവുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആവും.
അത് കഴിയുമ്പോൾ നിങ്ങൾ പതിയെ സമ്മാനം അടിക്കും. എല്ലാവർക്കും സമ്മാനം അടിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചൊന്ന് നിർത്തുന്നു.